നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ സ്വർണ്ണവിലയിൽ ഭീകരമായ രീതിയിലുള്ളൊരു കുതിച്ചുകയറ്റം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും റെക്കോർഡ് വിലയിൽ തുടരുകയുമാണ് ഇപ്പോഴുള്ളത്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം യുദ്ധത്തിൻ്റെ ആരംഭത്തെ തുടർന്ന് തന്നെ ഉണ്ടാവുകയും അതിൻ്റെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് കുതിച്ചുയരുകയും ചെയ്തിരുന്നു. നിരീക്ഷകരുടെ പലരുടെയും അഭിപ്രായത്തിൽ ഒരുപക്ഷെ 60,000 കടന്നു പോകുന്ന ഒരു സാഹചര്യം വരും കാലങ്ങളിൽ ഉണ്ടാവുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു. അതിനുള്ള പ്രധാന കാരണം യുദ്ധം അവസാനിക്കാത്തത് തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്കും കൂടി വ്യാപിക്കുന്നത് മൂലം ഒരുപക്ഷെ സ്വർണ്ണവില വീണ്ടും നമ്മളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായേക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 5,800 എന്ന വിലയിലും പവന് 44,400 എന്ന വിലയിലുമാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്കും കൂടി വ്യാപിക്കുന്നതോടുകൂടി, പ്രത്യേകിച്ച് ഇറാനും ലബനാനും ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു വ്യാപനത്തിലേക്ക്, കൂടുതൽ ആളുകളുടെ മരണസംഖ്യ കൂടുന്നതിലേക്കൊക്കെ പ്രധാന കാരണമാവും. ഇത് സാമ്പത്തിക രംഗത്തെയും പിടിച്ചു കുലുക്കുക തന്നെ ചെയ്യും, പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെ വിലയെ